ഹായ്, ഞാൻ ആതിര മനോജ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വെജിറ്റബിൾ ബിരിയാണി ഇങ്ങനെ ഉണ്ടാക്കുന്നതിനെ കുറിച്ചിട്ടാണ്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം നമുക്ക് വേണ്ടത് ബസുമതി അരിയാണ്. ബസുമതി അരി നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതുപോലെ കൊട്ടയിലാക്കി വയ്ക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 2 ഗ്ലാസ് അരിയാണ്. ഇനി വേണ്ടത് പച്ചക്കറി ആയിട്ടുള്ള എന്തെങ്കിലും വേണം. അപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്നത് പച്ചക്കറിയായിട്ട് ബീൻസ്, പയറും പിന്നെ ക്യാരറ്റുമാണ്. അപ്പോൾ അതുപോലെ ഒരു 2-3 എടുക്കുക. അത് നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് ചെറുതായിട്ട് അരിഞ്ഞ് വയ്ക്കാം. പിന്നെ വേണ്ടത് പച്ചമുളക് വേണം. പച്ചമുളക് ഒരു 2 അത് ചെറുതായിട്ട് അരിഞ്ഞ് വയ്ക്കാം. പിന്നെ വേണ്ടത് ക്രിസ്മസും അണ്ടിപ്പരിപ്പും ആവശ്യത്തിന്, പിന്നെ പെരിഞ്ചീരകം, ചെറുനാരങ്ങയും. പെരിഞ്ചീരകം ആവശ്യത്തിന്, ചെറുനാരങ്ങ 1 മതി. പിന്നെ കറുവപ്പട്ട, ഏലക്ക, ഗ്രാമ്പു, കുരുമുളക് ഇതൊക്കെ ആവശ്യത്തിന് എടുക്കുക. പിന്നെ ഞാനിവിടെ ഗ്രീൻ പീസ് കടല എടുത്തിട്ടുണ്ട്. അത് ഒരു തലേദിവസം വെള്ളത്തിലിട്ടത് കുറച്ച് മതി. പിന്നെ സവാള ഒരു 4-5 നന്നായി ചെറുതായി വലുതാക്കിയിട്ട് അരിഞ്ഞ് വയ്ക്കുക. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് നെയ്യ്, പിന്നെ ഉപ്പ് ആവശ്യത്തിന്. ബാക്കി ഞാൻ ഇതിൽ ആഡ് ചെയ്യുമ്പോൾ ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് വെക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ ഇതൊക്കെ വേവിച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ കുക്കറാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ കുക്കറിൽ നമ്മൾ കുറച്ച് നെയ്യൊക്കെ ഒഴിച്ച് ചൂടാക്കിയെടുക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ കുറച്ച് സവാള അതിൽ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് വഴറ്റിക്കൊണ്ടിരിക്കുക. ഇതിലേക്ക് നമ്മൾ കറുവപ്പട്ട, ഏലക്ക, ഗ്രാമ്പു, കുരുമുളക് ഇത് ആവശ്യത്തിന് നമ്മൾ എടുത്തിട്ടുണ്ടല്ലോ, അത് ഇതിലേക്ക് മിക്സ് ചെയ്യുക. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഒരു കഷ്ണം ഇഞ്ചി ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതൊന്ന് ചതച്ചിട്ട് നമുക്ക് ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാം. അടുത്തത് നെക്സ്റ്റ് വഴറ്റാനുള്ളത് പച്ചമുളക് അരിഞ്ഞ് വെച്ചിട്ടുണ്ടല്ലോ, അതും കൂടി ജസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ആഡ് ചെയ്യാനുള്ളത് ഗ്രീൻ പീസ് കടലയാണ്. അപ്പോൾ അതും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴറ്റണം കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ ബീൻസ് പയറുണ്ട്, അതും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിൽ നെയ്യ് ഇല്ലെങ്കിൽ കുറച്ചും കൂടി നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് വഴറ്റി കൊടുക്കണം. ഇനി ആഡ് ചെയ്ത് കൊടുക്കുന്നത് ക്യാരറ്റാണ്. അപ്പോൾ ക്യാരറ്റും കൂടി നമ്മൾ ഇതിൽ ആഡ് ചെയ്ത് കൊടുത്ത് ഇതൊക്കെ നല്ല ഫ്ലെയിമിലിട്ടിട്ട് വേണം കേട്ടോ നമ്മളിത് വാട്ടിക്കൊണ്ടിരിക്കാൻ. അപ്പോൾ അധികം വാട്ടണ്ട, നമ്മളിത് വേവിച്ചെടുക്കുമ്പോൾ നന്നായിട്ട് വെന്തോളും. അപ്പോൾ കുറച്ചൊന്ന് എന്നിട്ടൊന്ന് വാട്ടിക്കൊടുത്തിട്ട് ഒരു 5 മിനിറ്റ് വരെ നമ്മൾ വാട്ടിക്കൊടുക്കാം. പിന്നെ അതിലേക്ക് നമ്മൾ തക്കാളി ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. പിന്നെയുള്ളത് പെരിഞ്ചീരകം ആഡ് ചെയ്യുന്നുണ്ട്. ഇത് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇനി നമ്മൾ ഇതിലേക്ക് വെള്ളമാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. വെള്ളം എന്ന് പറയുമ്പോൾ നമ്മൾ ഇതിൽ 2 ഗ്ലാസ് അരിയാണല്ലോ എടുത്തിരിക്കുന്നത്. അപ്പോൾ 2 ഗ്ലാസ് അരിയാണെങ്കിൽ നമ്മൾ ഇരട്ടി വെള്ളം എടുക്കണം. അതായത് 4 ഗ്ലാസ് വെള്ളം ഒഴിക്കണം. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് കപ്പ് കാണിച്ചതല്ലേ, ഈ കപ്പ് ശരിക്കും പറഞ്ഞാൽ 2 ഗ്ലാസ് വെള്ളം കൊള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൽ ഒഴിക്കുന്നത് 2 കപ്പ് വെള്ളമാണ് ഒഴിക്കണത്. അപ്പോൾ നിങ്ങൾ ഇതിൽ ചെയ്യുമ്പോൾ അതിൻ്റെ എത്രത്തോളം അരിയാണ് എടുത്തിരിക്കുന്നത് അതിൻ്റെ ഇരട്ടി എടുക്കണം വെള്ളം, എന്നാലേ കറക്റ്റായിട്ട് വെന്ത് വേവുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മളതൊന്ന് ചെയ്യണം. ഇപ്പോൾ ഞാൻ 2 കപ്പ് വെള്ളം എടുത്തിക്കണം, അതായത് 4 ഗ്ലാസ് വെള്ളം. അപ്പോൾ ഇതൊന്ന് ഇളക്കി കൊടുക്കുക. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. പിന്നെ ഉപ്പ്, അതേപോലെ തന്നെ ചെറുനാരങ്ങയും ചേർക്കണം. ഒരു ചെറുനാരങ്ങ ഉണ്ട്, അത് മുഴുവനായിട്ടും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം.
പിന്നെ ഒരു കാര്യം കൂടിയും പറയാനുണ്ട്. ഞാൻ തുടക്കത്തിൽ തന്നെ സോയാബീൻ വെള്ളത്തിലിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു. അത് ബിരിയാണിക്ക് വേണ്ടിയിട്ടല്ല കേട്ടോ വെള്ളത്തിലിട്ടത്, സോയാബീൻ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് വെള്ളത്തിലിട്ടത്. അപ്പോൾ അത് ഈ വീഡിയോയിൽ കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് നിങ്ങൾക്ക് ഞാനിത് കാണിച്ചത്. പക്ഷേ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല ആ വീഡിയോ. അപ്പോൾ അത് നെക്സ്റ്റ് എപ്പിസോഡിൽ ഇൻക്ലൂഡ് ചെയ്യാം കേട്ടോ. അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അണ്ടിപ്പരിപ്പും ക്രിസ്മസും വറുത്ത് കോരണം. അപ്പോൾ ഒരു പാൻ എടുക്കണം. പാൻ ചൂടാക്കിയിട്ട് അതിൽ നെയ്യൊക്കെ ഒഴിച്ച് അണ്ടിപ്പരിപ്പ് വറുത്ത് കോരാം ആദ്യം. പിന്നെ അത് കഴിഞ്ഞിട്ട് ക്രിസ്മസ് വറുത്ത് കോരാം. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് സവാളയും വറുത്ത് കോരണം. അപ്പോൾ ഇത് ഞാൻ ചീനച്ചട്ടിയാണ് എടുത്തേക്കണത്. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ പാൻ ഉണ്ടെങ്കിൽ പാൻ യൂസ് ചെയ്തിട്ട് വേണം നമുക്ക് വറുത്ത് കോരാൻ. എൻ്റെ വീട്ടിൽ ഇല്ലാത്തത് കൊണ്ടാണ് ഞാനിതിൽ ചെയ്യണത് കേട്ടോ. ചെറുതായിട്ടൊരു തിള വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ അരി ഈ കുക്കറിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു കുക്കറിൻ്റെ മൂടി വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ക്രിസ്മസും അണ്ടിപ്പരിപ്പും വറുത്ത് കോരി. ഇനി നമുക്ക് സവാള വറുത്ത് കോരണം. അപ്പോൾ ചീനച്ചട്ടി എടുക്കരുത് കേട്ടോ. നിങ്ങൾ പാൻ തന്നെയാണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാനിതിലൊന്ന് ചീനച്ചട്ടിയാണ് എടുക്കണം. എനിക്ക് കുറേ സമയം എടുക്കേണ്ടി വരും. അപ്പോൾ നിങ്ങൾ അതൊന്ന് നോക്കിയിട്ട് ചെയ്യണം കേട്ടോ. ഇനി ഒരു വിസിൽ മാത്രം അടിച്ചാൽ മതി. എന്നിട്ടത് തീ ഓഫ് ചെയ്തിട്ട് വയ്ക്കുക. ഇനി ഈ വിസിലൊക്കെ പോയതിന് ശേഷം മാത്രമേ കുക്കർ തുറക്കാനേ പാടുള്ളൂ. ഇനി തുറന്ന് കഴിഞ്ഞപ്പോൾ നോക്കുക, ഇപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ നല്ല കറക്റ്റ് അളവിലാണ് വെള്ളം വെച്ചേക്കണത് കൊണ്ട് നല്ല കറക്റ്റ് അളവിൽ നമുക്ക് ബിരിയാണി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു വേറെ പാത്രത്തിലേക്ക് ഒന്ന് സെർവ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള ഐറ്റംസുകളൊക്കെ അലങ്കരിക്കാം. അതായത് അണ്ടിപ്പരിപ്പ്, പിന്നെ ക്രിസ്മസ്, പിന്നെ അതുപോലെ തന്നെ സവാള വറുത്ത് കോരിയത്, അതൊക്കെ നമുക്ക് ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ അവസാനം കറിവേപ്പിലും പിന്നെ പുതിനയില മല്ലിയിലയൊക്കെ വിതറി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇന്നത്തെ വെജിറ്റേറിയൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. അതിനുശേഷം ഇതൊക്കെ അലങ്കരിച്ച് കഴിഞ്ഞ ശേഷം ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. നമ്മൾ ആവശ്യത്തിന് ഒന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇതെല്ലാം കൂടി സ്പ്രെഡാവും. അപ്പോൾ ഇന്നത്തെ എൻ്റെ വെജിറ്റേറിയൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് എൻ്റെ കമൻറ്റ് ബോക്സിലൊന്ന് അറിയിക്കണം. പിന്നെ എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ദെൻ ഷെയർ ചെയ്യുക. പിന്നെ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നവരാണെങ്കിൽ ചാനലിൻ്റെ നേരെ ഒരു റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ തൊട്ടപ്പുറത്തൊരു ബെൽ ബട്ടൺ വരും, അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നെക്സ്റ്റ് എപ്പിസോഡിൽ കാണാം. അപ്പോൾ നല്ല പുതിയ വിഭവമായിട്ട് ഞാൻ വരുന്നുണ്ട്. അപ്പോൾ ബൈ ഫ്രണ്ട്സ്.